കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് കുർബാന അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് സിറോ മലബാർ സഭയിലെ തർക്കം അതിരൂക്ഷമായി തുടരുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് രാവിലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ പള്ളികൾക്ക് മുന്നിൽ പ്രതിഷേധമാണ്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം വളരെ വേഗം. ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ 2024 മെയ് 15-ാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിലെ പ്രീ കർദിനാൾ ക്ലൗദിയോ ഗുജറാത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറിയുമായ അതിരൂപതയുടെ പ്രതിനിധികൾ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സെറിൽ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തത് സഭയുടെ ഉന്നത അധികാരികൾ ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. സിറോ മലബാർ സഭയുടെ അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്നും ഏതാനും വൈദികരുമായിട്ട് സ്വീകരിച്ച യുക്തിരഹിതമായ കട്പിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രചരണങ്ങളുമാണ് ഈ വിഷയത്തെ ഇത്രമാത്രം സംഗീതമാക്കിയത്. സഭാ സംവിധാനമായ ഭാര്യമാരും പിന്തുടർന്ന് അധികാരികളെ കത്തോലിക്ക സഭയുടെ വിശ്വസ്ത സഹതാപത്തായി എന്ന് കൊടുക്കുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കേവലം മാനുഷികമായ ചിന്തയും ഈശോഭിഷേകായിട്ട് തിരുവനന്തപുരത്തിൽ ഇടവരുത്തട്ടെ എന്ന ആദ്യഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം ഇതിന് ഈ സഭ അതായത് ഈ സഭയില് ഇത് ഓക്കെ നിങ്ങൾക്ക് ഇതിനെ എതിർക്കുന്ന ആളുകളും നമ്മളോടൊപ്പം യാത്ര ചെയ്യേണ്ടവരാണ്. എതിർക്കുന്ന ആളുകളും അവർക്ക് വേണ്ടി കൂടിയാണ്. അവർ ഈ കത്തോലിക്ക സഭയുടെ ഭാഗമായി നിലനിന്ന് പോകുവാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തലിക് നസ്രാണി അസോസിയേഷൻ ഇങ്ങനെയൊരു സംരംഭം ഉണ്ടാക്കിയത്. പ്രിയരെ, ഇന്ന് ഈ വിശ്വാസികളല്ല, ഇവര് തെറ്റിദ്ധരിക്കപ്പെട്ട ജനമാണ്. ആ തെറ്റിദ്ധരിക്കപ്പെട്ട ജനം ആ തെറ്റിദ്ധാരണ തിരുത്തി സഭയോടൊപ്പം യാത്ര ചെയ്യണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. കച്ചവടക്കാരാണ് ഇവര്. ബോസ്കോ പിതാവും ചേർന്ന് മറ്റേ പിതാവൊക്കെ അവിടെ ആക്കിയിരുന്നു. അത് ഇന്ന് ഇവർ പണം വായിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവർ പണം ഇവരാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അടിമകളാക്കി വെച്ചുകൊണ്ട് അവരിത് വായിച്ചിട്ടില്ല. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ ഞങ്ങൾ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഈ ഇടയലേനം വായിച്ച് ഇവിടെ ഞങ്ങൾ സഭയോടൊപ്പം നിൽക്കുകയാണ്.
ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഈ തർക്കം സർക്കുലറുമായി ബന്ധപ്പെട്ട അതിന്ന് വായിക്കാനുള്ള നീക്കം ഇതൊക്കെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഇരു വിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് നിൽക്കുന്നു. പോലീസിന്റെ ഇടപെടലുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അവസ്ഥ അവിടുത്തെ? രഞ്ജിത്ത്, ഇത്തരം തർക്കങ്ങൾ അതിന്റെ ഒരു പരിധികൾ എല്ലാ രീതിയിലും ലംഘിക്കപ്പെടുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഉള്ളത് സെന്റ് ജോർജ്, ഇടപ്പള്ളി സെന്റ് ജോർജ് ഫറോന പള്ളിയാണ്, വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അതിന് മുന്നിലാണ് ഈ ഒരു തർക്കങ്ങൾ നടക്കുന്നത്. ഇത് പരസ്പരം ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്ക് അടക്കം പോയിരിക്കുന്നു. സിറോ മലബാർ സഭയുടെ സിനഡ് പുറത്തുവെച്ച് ഇത് ചെയ്യാൻ ശ്രമിച്ചവരാണ്. തർക്കത്തിലേക്ക് പോയിരിക്കുന്നു എന്നതാണ്. പോലീസിനെ ഇടപെടേണ്ടി വന്നിരിക്കുന്നു. രണ്ട് വിഭാഗങ്ങളെയും നിലക്ക് നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് ഈ തർക്കങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഇതിൽ പള്ളിക്കകത്ത് സിനഡിന്റെ സർക്കുലർ ഇന്ന് വൈദികൻ വായിച്ചിരുന്നില്ല. നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഔദ്യോഗിക വിഭാഗം തീരുമാനിച്ചത്, അതിനെ അനുകൂലിക്കുന്ന വിശ്വാസികൾ തീരുമാനിച്ചത് പള്ളിക്ക് പുറത്ത് സർക്കുലർ വായിക്കാമെന്ന രീതിയിലായിരുന്നു. പള്ളിക്ക് പുറത്ത് സർക്കുലർ വായിക്കാൻ എത്തിയപ്പോൾ ഇപ്പോൾ അതിനെ ഇവിടെയുള്ള മറ്റ് വിശ്വാസികൾ തടഞ്ഞിരിക്കുന്നു എന്നതാണ്. വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് രാവിലെയും പല പള്ളികളിലെ മുറ്റത്തും നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ പ്രതിഷേധങ്ങൾ, സർക്കുലർ കത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ ഇപ്പോൾ സർക്കുലർ കത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കുലർ വായിക്കാൻ ശ്രമിച്ച ഔദ്യോഗിക വിഭാഗത്തെയാണ് മറ്റുള്ളവർ ഇത് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ തർക്കത്തിലേക്ക്, കുർബാന ഏകീകരണം സംബന്ധിച്ച തർക്കം അത് വിശ്വാസികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് വലിയ രീതിയിലേക്കുള്ള വിഭാഗീയതയിലേക്ക് അടക്കം മാറിയിരിക്കുന്നു എന്നതാണ്. ഈ ഇടവകയിൽ സർക്കിൾ കത്തിച്ചില്ല. നമ്മൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങളിവിടെ 100% സമാധാനപരമായിട്ട് പോകുന്ന ഇടവകയാണ്. ഇവിടെ രണ്ടു ചേരിയില്ല. പള്ളിയിൽ വായിക്കാത്തതുകൊണ്ടാണ് പുറത്തേക്ക്. നമ്മുടെ പള്ളി ഇതിനോട് യോജിക്കുന്നില്ല. ഈ ഇടവക മതിയായ സംസ്കാരം സൂക്ഷിക്കുന്നതാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി പബ്ലിക്കിനെ വരാത്ത ഇതിലേക്ക് ഇടവക്കാരും യോജിക്കുന്നില്ല. രണ്ട് ഗ്രൂപ്പുകാർ ഇടവയിലുണ്ട്. അവരാരും പ്രശ്നത്തിലേക്ക് വരുന്നില്ല. ആ സമാധാന രീതിയിൽ പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളെ ലക്ഷ്യം. രഞ്ജിത്ത്, വലിയ രീതിയിൽ, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പള്ളിയുടെ മാത്രമല്ല, ഒരു വിശ്വാസ സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ചേരിതിരിവ് അതിരൂക്ഷമാകുന്ന രീതിയിലേക്ക് വിഭാഗീയത അടക്കം മാറിയിരിക്കുന്നു. ആ രീതിയിലേക്ക് പോലീസ് ഒരുപക്ഷെ പോലീസ് പള്ളി കോമ്പൗണ്ടിൽ കടന്നുകൊണ്ട് തന്നെയാണ് ഇരുവിഭാഗത്തെയും പുറത്താക്കി. അത് വലിയ ബഹളങ്ങളില്ലാതെ, ഏറ്റുമുട്ടലുകളില്ലാതെ പിരിച്ചുവിടാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏറ്റുമുട്ടലുകളിലേക്ക് തന്നെ രണ്ട് പക്ഷവും പോകുമായിരുന്നു. ഓർക്കുക, കുർബാനയെ ചൊല്ലിയാണ് ഈ ഒരു തർക്കം നടക്കുന്നത് എന്നത് തന്നെയാണ് ഇതിലെടുത്ത് പറയേണ്ടത്. ഇതിൽ ഒത്തുതീർപ്പിനില്ല എന്ന രീതിയിൽ തന്നെയാണ് രണ്ട് വിഭാഗവും നിലനിൽക്കുന്നത്. അത് വരും ദിവസങ്ങളിലെല്ലാം ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ജൂലൈ മുതൽ ഇനി മറ്റൊരു കുർബാനാക്രമവും അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് സഭയുടെ ഔദ്യോഗിക നേതൃത്വം തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നിർണായകം തന്നെയാണ്. കാരണം വിശ്വാസികൾ ഈ രീതിയിൽ പരസ്പരം ചേരിതിരിയുന്ന ആ രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെന്റ് ജോർജ് ഫറോന പള്ളിക്ക് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ്. അതിന് പള്ളിക്ക് മുന്നിൽ തന്നെയാണ് ഒരു രണ്ടു വിഭാഗം വിശ്വാസികളും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് വന്നത്. അകത്ത് കുർബാന നടക്കുന്നുണ്ട്. ഇന്ന് പള്ളികളിൽ വായിക്കേണ്ട സിനഡ്, അത് സഭയുടെ
സമുന്നത നേതൃത്വത്തിന്റേതാണ്. ആ സിനഡിന്റെ സർക്കുലർ വായിക്കില്ല എന്ന നിലപാടിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരുടെ ഒരു നിലപാട്. അവർക്കൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തിലെ ഒരു വലിയ വിഭാഗവും അവർക്കൊപ്പം തന്നെ നിലകൊള്ളുന്നുണ്ട്. ഈ സഭയുടെ ഔദ്യോഗിക നിലപാടിനെ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇവർ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതൊരു വലിയ രീതിയിലുള്ളൊരു ഈ വിഭാഗീയതയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നത് തന്നെയാണ് രഞ്ജിത്ത്. അതാണ്